നിനക്ക് എന്തൂട്ട് കുന്തം പിടികിട്ടി നീ പറയണത്? ഇന്നൊരുത്തി കെട്ടിക്കേറി വന്നില്ലേ ഇവിടെ? അവളുടെ വല്ല രഹസ്യക്കാരനോ ആവും. ജീപ്പി കയറ്റി കൊണ്ടുവന്നതായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ കല്യാണ ദിവസം നവവധു കാമുകന്റെ കൂടെ ഒളിച്ചോടിന്നൊക്കെ? അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടന്നില്ലെങ്കിൽ ദൈവമേ എന്റെ ജീവിതം രക്ഷപ്പെട്ടാനെ. പിന്നെ ബാക്കി കേക്കട്ടെ. ആ പെണ്ണ് ശരിയല്ല. ഒരുപാട് കാമുകന്മാരും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ 18ാമത്തെ വയസ്സിൽ തന്നെ അവരെ കെട്ടിച്ചു വിട്ടത്. മനസ്സിലായോ? ഇപ്പൊ ശങ്കരമംഗലത്ത് സമാധാനം വന്നു. കുതിരപ്പന്തി വീട്ടിൽ ഉള്ള സമാധാനം പോയി കിട്ടി. എനിക്ക് ഉറപ്പാ അവളെ കാണാൻ അവളുടെ ഏതോ കാമുകം വന്നതാ. ഞാൻ മുമ്പേ തന്നിന്റെ ബാക്കി ഒരെണ്ണോടിയുണ്ട്, വേണ നിനക്കത്? അല്ല ഞാൻ അത് പിന്നെ എന്ത്? നീ നിന്റെ കാര്യം നോക്ക്. മറ്റുള്ളവരെ വിധിക്കാനോ അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ നീ ഇവിടുത്തെ ജഡ്ജൊന്നും അല്ലല്ലോ. ഇനി ജഡ്ജ് ആണെങ്കിൽ തന്നെ നീ എന്നെ വിധിച്ചാ മതി, മനസ്സിലായാ? പോയാ കുഞ്ഞാറ്റിനെ ഓർക്കാൻ നോക്ക്. ഓ എന്തൊരു സ്നേഹ അനിക്കുറ്റിയോട്. എന്തൊരു മെനക്കെട്ട സ്വഭാവമാണ് ഉള്ള. എന്താ എന്താനു? എന്തു പറ്റി? അയ്യോ കരയുവാണോ? എന്തു പറ്റി? അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണോ? അതൊന്നും കാര്യമാക്കണ്ട. അതൊരു മഴ പെയ്ത്ത് മാത്രമാ. നാളെ രാവിലെ പെയ്തൊഴിഞ്ഞ ആകാശം പോലെ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് തെളിയും. പിന്നെ കുതിരപ്പന്തി വീട്ടിലെ ചെല്ലക്കുട്ടിയല്ലേ അനിക്കുട്ടി? എനിക്ക് പോണോ ഇവിടുന്ന്? പോവാനോ? എവിടേക്ക്? എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. അമ്മക്കുട്ടിയുടെ അടുത്ത് കിടന്നാലേ എനിക്ക് ഉറക്കം വരും. എന്തൊരു കഷ്ടമായി ചെല്ലക്കുട്ടിയുടെ കാര്യം. അമ്മക്കുട്ടിയല്ലേ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഇനി അനുക്കുട്ടിയുടെ വീട് ഇതാണെന്നും പറഞ്ഞ് പിന്നെ രാത്രി അങ്ങോട്ട് പോണമെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. അതൊന്നും എനിക്കറിയണ്ട. നാട്ടു നടപ്പ് ശീലങ്ങളോ ഒന്നും എനിക്കറിയണ്ട. എന്റെ ശീലങ്ങളും എന്റെ ജീവിതമൊക്കെ എന്റെ അമ്മക്കുട്ടിയാ. എനിക്ക് എന്റെ അമ്മക്കുട്ടിയുടെ കൂടെ അല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ ഇപ്പൊ കാണണം. അനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ വീട്ടില് വേറെ ആൾക്കാരില്ലേ? അനുവിന്റെ ഈ കരച്ചിലും ശാഠ്യവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ ഇന്നിവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അനുവിന് അറിയത്തില്ലേ? പ്ലീസ്, എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. എന്റെ ശങ്കരമംഗലത്ത് പോണം. ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകും ഞാൻ. അനു കരയല്ലേ? എനിക്ക് ശങ്കരമംഗലത്ത് പോണം. അനു ശബ്ദം ഒന്ന് കുറയ്ക്ക്. എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കണ്ടേ പറ്റും. സങ്കടം കൊണ്ട് എന്റെ നെഞ്ച് പൊട്ടിപ്പോവാ. പ്ലീസ് എന്നെ ഒന്ന് ശങ്കരമംഗലത്ത് കൊണ്ടുപോ. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോ. ബിബി, എടാ ബിബി,
എന്താടാ ഇവിടെ? എന്തിനാ പെണ്ണിങ്ങനെ കിടന്ന് കരയുന്നേ? അനുവിനിപ്പോ അവളുടെ അമ്മക്കുട്ടിയെ കാണണമെന്ന്. ആഹാ, അമ്മക്കുട്ടിയോ? അതെന്തു കുട്ടിയാ? അമ്മക്കുട്ടി എന്ന് പറഞ്ഞ അനുക്കുട്ടിയുടെ അമ്മ. അമ്മക്കുട്ടിയെ കണ്ട് കുപ്പിപ്പാല് കുടിക്കാതെ അവൾക്ക് ഉറക്കം വരില്ലായിരിക്കും. നാണോ ഇല്ലേടാ നിനക്ക്? നീ എന്തിനാടാ പഠിച്ച് ഡോക്ടറായ? ഒരു രോഗിയുടെ പൾസ് പിടിച്ച് നോക്കിയിട്ട് അസുഖം എന്താന്ന് കണ്ടുപിടിക്കുന്ന ആളാ നീ. ഈ പെണ്ണിന് വട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലാതെ പോയല്ലോടാ. ഇവളെ കെട്ടേണ്ടിയിരുന്നതേ നിന്നെ പോലൊരു ഡോക്ടറല്ല, ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാ. എന്താ എന്താ പ്രശ്നം? നിങ്ങളുടെ മരുമകൾക്കേ ഇപ്പൊ അവളുടെ അമ്മയെ കാണണോന്ന്. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. തിരുദർശനം കഴിയാതെ അവൾക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരത്തില്ലാന്ന്. എന്താ മോളെ? എനിക്കിപ്പോ എന്റെ അമ്മയെ കാണണം. എനിക്ക് ശങ്കരമംഗലത്ത് പോണം. അയ്യേ, LKG കുട്ടിയല്ലേ? എനിക്ക് എന്റെ അമ്മയെ കാണണം, എനിക്ക് എന്റെ വീട്ടിൽ പോണം. എന്തൊക്കെയായാലും ഈ കുടുംബത്തിന്റെ സമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. ഒന്നും മയക്കം പിടിച്ചു വന്നതാ, അപ്പോഴാ ഇവിടെ അറുകൊലവിളിയും അലർച്ചി. അല്ല, അതിപ്പോ അനു അമ്മയെ കാണണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം? 10-12 വർഷം ജീവിച്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറി നിന്നപ്പോ തോന്നിയൊരു വിഷമം, അത്രേ ഉള്ളൂ. അതിന് ഇവിടെ പറഞ്ഞ് വഷളാക്കി മാടൻ തുള്ളൽ നടത്തിട്ട കാര്യം എന്താ ഇവിടെ ഉള്ളത്? അളിയനാ ഫോൺ എടുത്തിട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചേ. അനുക്കുട്ടി അമ്മയായിട്ടൊന്ന് സംസാരിക്കട്ടെ, അപ്പൊ ശരിയാവും. അത് പോരെ അനു? പോരാ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ചങ്ക പൊട്ടി ഞാൻ ചത്തുപോവും. അനുഭവിക്കടാ, നീ അനുഭവിക്ക. തള്ള ചൊല്ല വാവല് തല കിഴക്കനാൻ പാടുന്ന. എന്ന് വെച്ചാലേ, പെറ്റമ്മയുടെ വാക്കിന് തള്ളിക്കളയുന്നവൻ ജീവിതകാലം മുഴുവൻ കിഴക്കനാൻ പാടി കിടക്കുന്നു. നിനക്ക് പറ്റിയത് അതാ. നീ നട്ടപ്പാതിരേക്ക് അവനെ പ്രാഗിട്ട് വല്ല കാര്യമുണ്ടോ? പ്രാഗിയതല്ല, എന്റെ ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന് 10,000 തവണ ഞാൻ പറഞ്ഞതാ. ഞാനിത് പറയുമ്പോ നിങ്ങൾ പറയും ഞാൻ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ പറയാന്ന്. ഞാനത് പറയും, എന്റെ മരണം വരെ ഞാനത് പറയും. കാരണം ഇവൻ അനുഭവിച്ച് നരകിച്ച് തീരുന്നത് കാണുന്നതേ ഞാനാ. അതിലേറ്റവും കൂടുതൽ ഉള്ളൊരുക്കുന്നതും നെഞ്ചു പൊട്ടുന്നതും എന്റെയാ. എന്നെ ഒന്ന് കൊണ്ടുപോ ശങ്കരമംഗലത്തേക്ക്. സൗകര്യമില്ല. നീ പറയുന്നിടത്തൊക്കെ നിന്നെ കൊണ്ടുപോവാൻ അവൻ എന്താ നിന്റെ ഡ്രൈവറാ? ഞാൻ പോവാ എന്റെ ശങ്കരമംഗലത്തേക്ക്. എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. അനു, അനു നിൽക്ക്. ഞാൻ പറയുന്നത് കേക്ക് അനു. അനു,
അമ്മ അവിടെ നിന്ന് ഞാൻ ചാവും. എന്തിനാ അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? 18 വയസ്സായപ്പോഴേക്കും എന്നെ കെട്ടിച്ചു വിടണമെന്ന് എന്തിനാ അമ്മ നിർബന്ധം പിടിച്ച്? എന്റെ ചിറകുകൾ നിങ്ങൾ മുറിച്ചു കളഞ്ഞില്ലേ? മോളെ, എന്റെ പൊന്നും മോളെ, മോളെ ചക്കി. എന്താണോ? എന്ത് പറ്റി? നന്ദേട്ടാ, ചക്കി, നമ്മുടെ മോള് ചക്കി ഇപ്പൊ ഇവിടെ വന്നു. താൻ എന്തൊക്കെയാ പറയുന്നേ? അനുക്കുട്ടി ഇവിടെ വന്നെന്നോ? അവള് കുതിരപ്പന്തി വീട്ടിലാ? ഇല്ല നന്ദേട്ടാ, വന്നു. എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. അവള് പുറത്ത് നിപ്പുണ്ടാവും. നന്ദേട്ടൊന്ന് വന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വാ നന്ദേട്ടാ, വാ. വേഗം വാ നന്ദേട്ടാ, അവളെവിടെ ഉണ്ട്. വാ വാ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം നന്ദേട്ടാ. എനിക്ക് അവളെ ഇപ്പൊ കാണണം. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നന്ദേട്ടാ, പ്ലീസ്. അനു, അനു, എന്താ ഇത്? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണാതെ പറ്റില്ലെന്ന്. ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ടുപോകും. ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ നിങ്ങളുടെയൊക്കെ നോട്ടത്തിൽ അഹങ്കാരം ദുശാഠ്യം ഒക്കെ ആയിരിക്കും. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും. എനിക്കൊന്ന് കണ്ടാ മതി പ്ലീസ്. കളിയാ, എനിക്കൊന്നും പോവാൻ നോക്കളിയാ. രാത്രിയല്ലേ, വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ആഹാ, അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ എവിടെ പോണോന്ന് തീരുമാനിക്കണത് ഞാനാണ്. നീ ഇപ്പൊ അകത്തോട്ട് കയറി പോണോന്ന് തീരുമാനിക്കണതും ഞാനാണ്. നീ ഇങ്ങോട്ട് കേറി വാനു. ആരെങ്കിലും അയൽക്കാർ കണ്ട എന്ത് വിചാരിക്കും? വാ, വരാൻ. നീ വാനു, എനിക്ക് വീട്ടിൽ പോകണം. വാ, ഞാൻ പറയട്ടെ. അമ്മക്കുട്ടിയെ കാണണം. അയ്യേ, എനിക്ക് എന്റെ അമ്മക്കുട്ടിയെ കാണണം. അനു, നീ വാ, ഞാൻ പറയട്ടെ. എന്നെ വിട്. അനു, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. പ്ലീസ്. പോവാൻ നമുക്ക്. നീ കൂടി പോടാ. നിനക്കുള്ള ബാഗ് ഞാൻ അടുക്കി തരാം. നീ പോയി ശങ്കരമംഗലത്തെ ദത്തുപുത്രനായി നിൽക്ക്. നിന്റെ വിധി അതാ. ലക്ഷ്മി, നീ ഒന്ന് നിർത്ത്. ആൾക്കാർ കേൾക്കും. കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ പൊന്നുമോനെ കതിർമണ്ഡപത്തിന്ന് പോലീസുകാര് കൊണ്ടുപോയ കഥ നാട്ടിൽ മൊത്തം പാട്ടാ. ഇനി അവനൊരു പ്രാന്തി പെണ്ണിനെ കെട്ടിയെന്നുള്ള കഥയും കൂടി അറിയാനുള്ളൂ. അതും കൂടി അറിയട്ടെ. വിളിച്ചു വരുത്തി ഇവളുടെ അച്ഛനെ അമ്മേ. എന്നിട്ട് പൊന്നുമോളെ തിരിച്ചു കൊടുത്തു വിട്. അല്ലെങ്കിൽ നീയും കൂടെ പോ. ഞാൻ പറഞ്ഞില്ലേ? അമ്മേ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ഈ കാര്യത്തിൽ നിന്നോട് എനിക്ക് യാതൊരു കരുണയില്ല. നീ വരുത്തി വെച്ചതാ ഇതൊക്കെ. പക്ഷെ അതിന്റെ പേരിൽ ഈ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താന്ന് വെച്ചാ പെട്ടെന്നൊരു തീരുമാനം എടുക്ക. നിനക്ക് പോണോടി? പോണെങ്കിൽ ഇറങ്ങി പോ.
അനു 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 മോളെ എന്താ പറ്റി അനു, മോളെ അനു. അനു അനു അനു. കണ്ണു തുറക്ക് അനു, അനു മോളെ കണ്ണു തുറക്ക്. എന്താ പറ്റിയ അനു മോളെ കണ്ണു തുറക്ക്. അനു മോളെ മോളെ അനു 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 കണ്ണ് പിടിച്ചിരിക്കാതെ കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. അനു അനു കണ്ണു തുറക്ക് അനു. മോളെ അനു അനു. അനു കണ്ണു തുറക്ക്. അനു മോളെ അനു എന്താ പറ്റിയത്? അനു അനു കണ്ണു തുറക്കനു. മോളെ അനു കണ്ണു തുറക്കനു. അനു ഇതൊക്കെ അവളുടെ അഭിനയമാണെന്നേ. അവളുടെ വീട്ടിൽ പോവാൻ എന്തായാലും പ്രാന്തി മാത്രല്ല, നല്ല ഒന്നാം തരം നാടാക്കാരി കൂടിയാ. അനു ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോരുത്. ആവശ്യത്തിലധികം നീ പറഞ്ഞു കഴിഞ്ഞു, കേട്ടല്ലോ. അനു കണ്ണു തുറക്കനു. അനു അളിയാ വാ ആശുപത്രി കൊണ്ടുപോവാ. നീ കല്ലിന് കാറ്റടിച്ച പോലെ അത് ആശുപത്രി കൊണ്ടുപോവാന്ന്. എടുക്ക്. ചക്കി മോളെ ചക്കി ചക്കി അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റി? ആഹാ ചക്കി മോള് മാത്രല്ല അമ്മയും നല്ല നാടാക്കാരിയാ. ഡാൻസ് മാത്രല്ല അഭിനയവും നന്നായി വഴങ്ങുന്ന കൂട്ടര്. കണ്ടില്ലേ കൃത്യസമയത്ത് തന്നെ വന്നത്. എന്തൊരു ടൈമിംഗ്. അനുകുട്ടി ചക്കു ചക്കി എഴുന്നേക്കടാ മോളെ. മോളെ മോളെ ചക്കി എന്റെ കുഞ്ഞിന് എന്താ പറ്റിയ? ഒന്നുമില്ല. ശങ്കരമംഗലത്ത് വരണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞതാ. പെട്ടെന്ന് തലയിറ്റി വീണു. ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു. നന്ദിട്ടാ ചക്കി മോളെ ചക്കി കണ്ണു തുറന്നേ, ഒന്ന് നോക്കൂ മോളെ. നന്ദേട്ടാ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വിപിൻ വാ. കേറിയിരിക്കും കേറിയിരിക്കും. കാല് കേറി ശശാ, കേറി. ധീരനാ